നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ഫിക്സ് ചെയ്ത ആ സിനിമയിൽ എനിക്ക് പകരം അഭിനയിക്കുന്ന ആരാന്നറിയോ? ഇവളാ, അച്ഛന്റെ പുന്നാര മോള് രാധിക. എന്തൊക്കെയാടി വിളിച്ചു പറയുന്നേ? സിനിമയിൽ അഭിനയിക്കാനോ? രാധിക മോളോ? അമ്മയ്ക്ക് വിശ്വാസമായില്ല അല്ലേ? ഡയറക്ടർക്ക് വാക്ക് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. മ്യൂസിക് സ്കൂളിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ എല്ലാവരുടെ മുൻപിൽ വെച്ച് ഡയറക്ടർ ഇന്ദ്രജിത് മേനോന് വാക്ക് കൊടുത്തു. സത്യമാണോ മോളെ? സത്യമാണോന്ന്? പ്രിയങ്ക പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്താ ഉണ്ടായതെന്ന് നീ പറ. പ്രിയ പറഞ്ഞ സത്യം. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ സമ്മതിച്ചു. എവിടെ എവിടെ? ഭാര്യയുടെയും ഭർത്താവിന്റെയും മുഖം ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ ദേവ, ഒരു പാമ്പിൻ കുഞ്ഞിനെ ആ നെഞ്ചിലിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നെന്ന്. അതിന് വിഷം വരുന്ന സമയത്ത് അത് കൊത്തി കൊല്ലുവെന്ന്. ഇപ്പൊ അവള് പറഞ്ഞത് കേട്ടല്ലോ. ഇനി പറയില്ലല്ലോ നിങ്ങൾ ആരും. പ്രിയങ്ക മോളും മുത്തശ്ശിയും കൂടി അവളെ കരുതി കൂട്ടി കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയാണെന്ന്. മോളെ, ഇത്രയൊക്കെ കേട്ടിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അച്ഛൻ നിൽക്കുന്നു. നിനക്ക് എന്നു മുതലാ ഇതിലൊക്കെ താല്പര്യം തുടങ്ങിയത്? ഇന്ന് വരെ അങ്ങനെ ഒരു വാക്ക് പോലും നീ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ലച്ചാ, ആഗ്രഹങ്ങളും ആർത്തിയൊക്കെ മനസ്സിൽ മൂടിക്കൊണ്ട് നടക്കുക. അവസരം വരുമ്പോ പ്രയോഗിക്കാൻ എന്നെ ചതിച്ചതാച്ച. മ്യൂസിക് സ്കൂളിൽ നടന്ന പ്രോഗ്രാമിന് ഡയറക്ടർ ഇന്ദ്രജിത് മേനോനെ വിളിച്ചത് അച്ഛന്റെ ഈ മോളുടെ താല്പര്യ പ്രകാരമാണ്. എന്റെ മുന്നിൽ വെച്ച് അയാളോട് വാക്ക് പറഞ്ഞതും എന്നോടുള്ള പക കൊണ്ട. പ്രിയങ്കയുടെ എത്ര വലിയ ആഗ്രഹമായിരുന്നു മോളെ. മരണം കണിമംഗലം കുടുംബവും ഒറ്റ മനസ്സോടെ സമ്മതിച്ച് അവളുടെ കൂടെ നിന്നിട്ടുണ്ട്. നീ എന്തിനാ അത് തട്ടിയെടുത്തത്? നീ എന്തിനാ അവളെ തോൽപ്പിച്ചത്? തളർത്തി കളഞ്ഞല്ല മോളെ. ഒരു വേദന വന്ന അച്ഛൻ നിന്റെ മുഖത്തേക്കാ നോക്കുക. ഒരു തളർച്ച വന്ന നിന്നെ വിളിക്ക. എന്നിട്ട് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.